പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യാമാതാവിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളിൽ വസിക്കണമേ, ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കാരുണ്യത്തിന്റെ അരുവിയായി ഞങ്ങളിലേക്ക് ഒഴുകി ഇറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരഫലമായി നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. ഇരിക്കാം. പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ ഇന്നലെ ചിന്തിച്ചത്, നമ്മൾ സാത്താൻ്റെ മേൽ വിജയം നേടുന്നത് രണ്ട് കാര്യങ്ങളാലാണ്. ഒന്ന് രക്തം, രണ്ട് വചനം. രക്തത്താലും വചനത്താലും സാത്താൻ്റെ മേൽ വിജയം നേടുന്നത് ഒന്ന് രക്തത്താലും, രണ്ട് വചനത്താലും. രക്തത്താൽ എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലാക്കാം? അതാരാ പറഞ്ഞേ? കൊള്ളാം. ഇന്നലെ എഴുന്നേറ്റ് വന്ന ആളല്ലേ? യേശു നമുക്ക് വേണ്ടി ചെയ്ത മലങ്കരക്കാരിയാണോ? ഏത് സഭക്കാരിയാ? ലാറ്റിൻ എവിടുത്തെയാ? കൊല്ലത്തുനിന്നാണോ വന്നേ? ശക്തികുളങ്ങരയെന്നാണ് ഇത് കൂടാൻ വന്നേ. അങ്ങനെ ഇവിടെ ഈ മുറ്റത്തുള്ളവർ വന്നിട്ടില്ല, അപ്പോഴാ ചേച്ചി വന്നേ. അപ്പോൾ പറയും, ഉറപ്പായിട്ട് ശ്രദ്ധിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. കണ്ടോ, അത് കറക്റ്റായിട്ട് പറഞ്ഞു. ശക്തികുളങ്ങരയിൽ നിന്ന് വന്നതാണ്, മലങ്കരക്കാരിയല്ല. കേട്ടല്ലോ? പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്ത എല്ലാ കാര്യങ്ങളെയും ഒറ്റവാക്കിൽ വിളിക്കാവുന്ന പേരാണ് യേശുവിൻ്റെ രക്തം. അപ്പോൾ നാം വിജയം നേടുന്നത് ഒന്ന് രക്തത്താൽ. അപ്പോൾ അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. ഹൃദയത്തിൽ വിശ്വസിക്കണം, അതാണ് രക്തം. ഹൃദയത്തിൽ ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്ത എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ഹൃദയത്തിൽ വിശ്വസിക്കുന്നതാണ് യേശുവിൻ്റെ രക്തം. ഇനി അധരം കൊണ്ട് ഏറ്റുപറയുന്നതാണ് എന്താണ്? പ്രഖ്യാപിക്കണം. ഹല്ലേലൂയ. അപ്പോൾ പ്രഖ്യാപിക്കണം. എന്നിട്ട് ഇന്നലെ പോയിട്ട് പ്രഖ്യാപിച്ചോ? യെസ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇന്നലെ ചിന്തിച്ചു. ഞാൻ മറ്റൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്, കൈ ശോഷിച്ചവൻ്റെ കൈ നിവർത്തിയതും, അതുപോലെ തന്നെ തളർവാദ രോഗിയെ എഴുന്നേൽപ്പിച്ചതും, കൂനിയെ നിവർന്നു നിൽക്കാൻ ഇടയാക്കിയതും യേശുവിൻ്റെ വചനത്താലാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ തകർച്ചകളിൽ ദൈവം ഇടപെടുന്നത് അവിടുത്തെ വചനം അയച്ചിട്ടാണ്. ഹല്ലേലൂയ. അപ്പോൾ വായിക്കാം. സങ്കീർത്തനങ്ങൾ 107 വാക്യം 17 മുതൽ വായിക്കുക. 107 സങ്കീർത്തനം വാക്യം 17 മുതൽ വായിക്കാം. ഉറക്കെ വായിച്ച കൊള്ളാം. പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി തീർന്നു. ഉറക്കെ വായിക്കാം. പാപകരമായ മാർഗങ്ങൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഞാൻ വരാൻ തുടങ്ങിയിട്ട് ഇതെനിക്ക് തോന്നുന്നു 3-ാമത്തെ വർഷമാണെന്ന് തോന്നുന്നു. ആണോ? അത് 4ആണോ? 3ആണ്. ആദ്യത്തെ പ്രാവശ്യം പോലല്ല ഇപ്പം ഈ 3-ാമത്തെ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒത്തിരി കാര്യങ്ങളിൽ നല്ല ഒരു വ്യത്യാസം അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. നല്ല നിങ്ങളുടെ ഒരു ആത്മീയ ഉണർവ്
ദൈവവചനത്തോടുള്ള ദാഹം, അതിനകത്തൊക്കെ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് ഈ 2-3 കൊല്ലം കൊണ്ട്. ദൈവത്തിന് നന്ദി. ഒരു നല്ല വാക്ക് പറയുമ്പോഴെങ്കിലും നിങ്ങളുടെ മുഖം ഒന്ന് പ്രസാദിക്കുമെന്ന് ഞാൻ കരുതി. എനിക്ക് പറ്റിയ ഒരു അബദ്ധം. ഹല്ലേലൂയ. നിങ്ങൾ പൊതുവെ ഇങ്ങനെ ആയിരിക്കും അല്ലേ? എന്ത് പറഞ്ഞാലും അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഒരു സന്തോഷമുണ്ടോ? സന്തോഷമാണോ? ഞങ്ങൾക്ക് സന്തോഷമാണെന്നൊന്ന് പറഞ്ഞേ. നിങ്ങൾ പാവങ്ങളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ ഇപ്പോൾ പറഞ്ഞേ? പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി തീർന്നു. തങ്ങളുടെ അകൃത്യങ്ങളാൽ അവർ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ, എനിക്ക് ഒരു സൗഖ്യം കിട്ടണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. ഞാനിപ്പോൾ എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. സൗഖ്യം കിട്ടണമെന്നല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞാൻ പ്രാർത്ഥിക്കുന്നത് എനിക്കൊരു ശക്തമായ ദൈവാനുഭവം ഉണ്ടാവണം. അപ്പോൾ അച്ഛൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് എന്നോട് പറഞ്ഞേ. അപ്പോൾ അദ്ദേഹം എന്നോട് അതിനിടയ്ക്ക് ഒരു വാക്ക് പറഞ്ഞു, അച്ഛാ, ഞാൻ ഇന്ന് ഈ അവസ്ഥയിൽ രോഗിയായിട്ടിരിക്കുമ്പോൾ എനിക്കതിനകത്ത് മനപ്രയാസമൊന്നുമില്ല. കാരണം ഞാൻ അത്രയും പാപം ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. ഞാൻ ഈ രോഗാവസ്ഥയിൽ ഇപ്പോൾ മുന്നോട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കുമ്പോൾ എനിക്ക് എനിക്കതിനെക്കുറിച്ച് ദുഃഖമൊന്നുമില്ല. അതിൻ്റെ കാരണം ഞാൻ ഒരുപാട് ഞാൻ പാപത്തിലേക്ക് തന്നെ പോയിരുന്ന ഒരാളാണ്. അപ്പോൾ എല്ലാ രോഗത്തിൻ്റെയും പിന്നിൽ പാപമാവണമെന്നില്ല. എന്നാൽ ചില രോഗങ്ങൾ വരുന്നത് പാപം മൂലമാണ്. ഹല്ലേലൂയ. അപ്പോൾ അതാണ് വചനം പറയും. സങ്കീർത്തനം 107:17 ഉറക്കെ വായിക്കാം. പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി തീർന്നു. എല്ലാവരും എന്ന് പറഞ്ഞിട്ടില്ല, ചിലരുടെ രോഗത്തിൻ്റെ കാരണം പാപമാണ്. പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി തീർന്നു. അടുത്ത വാക്യം, തങ്ങളുടെ അകൃത്യങ്ങളാൽ അവർ ദുരിതത്തിലായി. അടുത്ത വാക്യം, എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളെയും അവർ വെറുത്തു. അവർ മരണകവാടത്തെ സമീപിച്ചു, മൃത്യുകവാടത്തെ, മരിക്കാറായി. അടുത്ത വാക്യം അതാണ്. അപ്പോൾ കഷ്ടതയിൽ എന്ത് ചെയ്യണം ദൈവമക്കള്? കർത്താവിനെ വിളിച്ചപേക്ഷിക്കണം. അത് അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറയാവോ? മറക്കരുത്. അതുകൊണ്ടാണ് മറക്കരുതാത്ത. കഷ്ടതയിൽ എന്ത് ചെയ്യണം? എല്ലാ കഷ്ടതകളും നമ്മളോട് ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ കർത്താവിനെ വിളിച്ചപേക്ഷിക്കണമെന്നാണ്. കഷ്ടതയിൽ ഒത്തിരി പ്രാർത്ഥിക്കണം, തകർച്ചകളിൽ ഒത്തിരി പ്രാർത്ഥിക്കണം. അപ്പോൾ അവർ തങ്ങളുടെ ഒരുപാട് ആളുകൾ മനസ്സിൽ ഭാരം കൊണ്ടു നടക്കുന്നതേ ഉള്ളൂ. കേൾക്കുന്നുണ്ടോ? അതായത് വിഷമം ഇങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ട്. പള്ളി നിൽക്കുമ്പോൾ കരയുന്നൊക്കെ ഉണ്ട്, ആരാധനയ്ക്ക് നിൽക്കുമ്പോൾ വിഷമിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ കഷ്ടതയിൽ കർത്താവിനോട് ഈ ആവലാദികൾ പറയണം, കർത്താവിനെ വിളിച്ചപേക്ഷിക്കണം. അല്ലേ? ജെറമിയ 33:3 ഇവിടേക്ക് തിരിച്ചു വരണം. അതിന് മുമ്പ് ഇതൊന്ന് വായിക്കാം. ജെറമിയ കുട്ടികളോട് പറയാറുണ്ട് സാധാരണ, കർത്താവിൻ്റെ ഫോൺ നമ്പറാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന വചനമാണിത്. ജെറമിയ 33:3 3:3 ജെറമിയ 33:3 പറഞ്ഞേ, എന്നെ വിളിക്കുക, ഞാൻ നിനക്ക് ചിലപ്പോൾ മറുപടി നൽകും എന്നാണോ? അല്ല, എന്നെ വിളിച്ചാൽ ഞാൻ നിനക്ക് മറുപടി നൽകും. എപ്പോഴും ഓർത്തിരിക്കണം, വിളിച്ചാൽ അതിനുത്തരവുണ്ട്, പ്രാർത്ഥിച്ചാൽ അതിനൊരു മറുപടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വിളിക്കണം, കർത്താവിനെ വിളിച്ചപേക്ഷിക്കണം. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ഈ വചന കൂടാരത്തിൽ വരുമ്പോൾ നിങ്ങളെല്ലാവരും വളരെ ശ്രദ്ധയോടെയാണ് വചനം കേൾക്കാനിരിക്കുന്നത്. എല്ലാ ആളുകളും നിങ്ങൾ മറ്റെന്ത് ഉത്തരവാദിത്വം ഉണ്ടെങ്കിലും ദൈവവചനം പ്രഘോഷിക്കപ്പെടുമ്പോൾ ഈ വചന കൂടാരത്തിൽ ഇരുന്ന് കർത്താവിൻ്റെ വചനം ശ്രദ്ധിക്കണം. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞ് അതിലെല്ലാം നടക്കുന്ന പല ആളുകളെയും കണ്ടു. ഈ സങ്കടം വരും. അത് കുറ്റമൊന്നും പറയുന്നതായിട്ട് കാണണ്ട.
ഒരു സഹോദരൻ ഒരു വിഷമം പറയുന്നതായിട്ട് കണ്ടാൽ മതി. അത് ഈ കൊട്ടാരക്കരയിൽ മാത്രം ഞാൻ കാണുന്ന ഒരു പ്രത്യേകതയാണ്. ഹല്ലേലൂയ. അതായത് പന്തലിലുള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ ഈ പുറത്തെല്ലാം നിൽക്കുകയാണ്, വെറുതെ നിൽക്കുകയാണ്, വർത്താനം പറഞ്ഞൊക്കെ നിൽക്കുകയാണ്. പറഞ്ഞ ഹല്ലേലൂയ. ഇപ്പോഴും അവർ വർത്താനം പറയുന്നുണ്ട്. ഹല്ലേലൂയ. മനസ്സിലായോ? അതൊരു പന്നപ്രവണതയാണ്, അത് ശരിയല്ല. കാരണം എന്താ വെച്ചാൽ അത് ഈ ദൈവവചനം ഇവിടെ ഇന്നലെ പിതാവ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴും പുറകെ ഭയങ്കര ബഹളം വർത്താനം ഞാൻ കേട്ടു. അത് ശരിയല്ല. പറഞ്ഞ ഹല്ലേലൂയ. എന്തെന്നറിയാമോ? അത് ഈ ദൈവവചനത്തെ മാനിക്കാത്തതാണ്. കർത്താവിൻ്റെ വചനം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം. എനിക്ക് ശ്വാസം വിടാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ വന്ന് നിൽക്കുന്നത്. സ്വരമില്ല. പകല് മുഴുവൻ ഒരക്ഷരം പോലും സംസാരിക്കാതെ മിണ്ടാതിരുന്ന് ആരോടും ആംഗ്യ ഭാഷയിലാണ് പകലൊക്കെ സംസാരിക്കുന്നത്. കഴിഞ്ഞ 5 ദിവസമായിട്ട് ഞാൻ ആരോടും മിണ്ടിയിട്ടില്ല. പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ അത്രയും നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ടാണ് വരുമ്പോൾ അതിന് ഗൗരവമായി എടുക്കാത്ത ഒരു ജനത്തെ കാണുമ്പോൾ സങ്കടം തോന്നും. അപ്പോൾ അത് ചെയ്യാൻ പാടില്ല. പല ആളുകളും ബാക്കി എല്ലാ പരിപാടികളും നിർത്തിയിട്ട് കർത്താവിൻ്റെ വചനം ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. ഇതിലേക്ക് കറങ്ങി നടക്കാൻ പാടില്ല. അത് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറഞ്ഞു കൊടുക്കണം. മനസ്സിലായോ? അതിപ്പോൾ ഒരു 3 ദിവസവും ഞാൻ കണ്ടു. ആരാധന നടക്കുമ്പോഴുൾപ്പെടെ വർത്താനമാണ്. ഹല്ലേലൂയ. ഇത് റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതൊക്കെ യൂട്യൂബിൽ വരും. നാണക്കേടാണ്. എന്തെന്നറിയാമോ? ഇങ്ങനെ ഈ കൺവെൻഷൻ നടക്കുമ്പോൾ എല്ലാം കിടന്ന് ബഹളം വെക്കാണ്. കഴിഞ്ഞ വർഷവും ഞാൻ ഓർക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷവും ഞാനിത് പറഞ്ഞു ഒരച്ഛനെ പറഞ്ഞു വിട്ടു, അവരോട് മിണ്ടായിരിക്കാൻ പറയാം. ഹല്ലേലൂയ. അത് ചെയ്യാൻ പാടില്ല. ഇനിയിപ്പോൾ അടുത്ത വർഷം ഞാൻ വന്നാലും വന്നില്ലെങ്കിലും ആര് വന്നാലും ഞാൻ പറയുകയാണ്, കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുമ്പോൾ നിങ്ങൾ മറ്റ് ബിസിനസ്സുകളായിട്ട് നിൽക്കരുത്. പൈസ പിരിവും മറ്റു കാര്യങ്ങളെല്ലാം അത് അവസാനിപ്പിക്കണം. പൈസയുടെ ചാർജുള്ള അച്ഛൻ ഇതാ 1ാമത് വന്നിരിക്കുന്നുണ്ടല്ലേ. ഹല്ലേലൂയ. ഈ അച്ഛനാണ് ഫിനാൻസിൻ്റെ ചാർജ്. നല്ല മാതൃകയാണ്. 3 ദിവസവും അച്ഛൻ മുംബൈ വന്നിരിപ്പുണ്ട്. ഇടിയത്തച്ഛൻ. ഈ വചനം പ്രഘോഷിക്കപ്പെടുന്ന സമയത്ത് അച്ഛനെ നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. എനിക്ക് പട്ടത്ത് ഞാൻ ശുശ്രൂഷ തുടങ്ങുന്ന കാലം മുതൽ അച്ഛനെ അറിയാം. ഞാൻ ശുശ്രൂഷ തുടങ്ങുമ്പോൾ 2012 പട്ടം പള്ളിയിൽ ശുശ്രൂഷ തുടങ്ങുന്ന കാലം മുതൽ അച്ഛൻ വചനം പ്രഘോഷിക്കുമ്പോൾ അച്ഛൻ മുമ്പിലോ സ്റ്റേജിലോ ഉണ്ടാവും. ഹല്ലേലൂയ. അതൊക്കെയാണ് മാതൃകകൾ. അപ്പോൾ അത് കണ്ട് പഠിക്കണം. അതിന് നിസ്സാരമായിട്ട് എടുക്കരുത്. കാരണം നമുക്ക് ഇതൊക്കെ വേണമെന്ന് തോന്നുന്നൊരു സമയത്ത് ഇത് ചിലപ്പോൾ കിട്ടില്ല. അപ്പോൾ അതിനെ ഗൗരവമായിട്ട് എടുക്കണമെന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, എന്തോ ആവട്ടെ. പറഞ്ഞു വന്നത്, എന്നെ വിളിക്കണം, ഞാൻ നിനക്ക് മറുപടി തരാം. വിളിച്ചാലേ പറ്റൂ. എന്നെ വിളിക്കണം, ഞാൻ നിനക്ക് മറുപടി തരാം. ബുദ്ധിക്കതീതവും മഹത്തും നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. വിളിച്ചാലേ പറ്റൂ. അതുകൊണ്ട് ഒരു ഇടവകയിൽ അല്ലെ ഒരു കൂട്ടായ്മയിൽ ദൈവമക്കൾ ആദ്യം പഠിക്കേണ്ടത് എന്തിനാണ്? ദൈവത്തെ വിളിക്കാനാണ്. മാനക്കേടില്ലാതെ ദൈവത്തെ വിളിക്കാൻ. അതായത് ഒരു സമൂഹത്തിൽ നിന്ന് ആരാധിക്കുമ്പോൾ അപമാനങ്ങളില്ലാതെ, ദുരഭിമാനമില്ലാതെ കർത്താവിനെ ആരാധിക്കാൻ ഒരു സഹജവാസന ഉണ്ടാക്കിയെടുക്കണം. മനസ്സിലായോ? ഒത്തിരി പേർക്ക് ഇന്ന് മടിയാണ്. നമ്മൾ ഒരല്പം പണമായി കഴിഞ്ഞാൽ, അല്പം വിദ്യാഭ്യാസമായി കഴിഞ്ഞാൽ പിന്നെ ദൈവത്തെ വിളിക്കാൻ മടിയാണ്. ഹല്ലേലൂയ. പള്ളി വന്നാൽ ഏറ്റവും പുറകിൽ നിന്നിട്ട് പോവും. ഒരല്പം എന്തെങ്കിലും ഒന്നായിക്കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യരുത്. ഹല്ലേലൂയ. അതായത് ഒരു IAS-കാരനാണ് തിരുവനന്തപുരത്തെ യാക്കോബക്കാരുടെ പാളയത്തുള്ള പള്ളിയിൽ ഒരു IAS ഉദ്യോഗസ്ഥനാണ് തൂവുകുറ്റി എടുത്തുകൊണ്ടിരുന്നത് ഞായറാഴ്ചകളിൽ. IAS ഉദ്യോഗസ്ഥൻ തിരുവനന്തപുരത്തെ സ്പെൻസർ ജംഗ്ഷനിലെ യാക്കോബക്കാരുടെ പള്ളിയിൽ, എനിക്ക് ഓർമ്മയുണ്ട്, ഒരു IAS-കാരനാണ് ധൂപം വീശിക്കൊണ്ടിരുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. മനസ്സിലായോ? മാർ യോഹന്നാനസ് കോളേജിൻ്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റായിട്ട് ഒരു വിഭാഗത്തിൽ റിട്ടയർ ചെയ്ത ഒരു അധ്യാപകനുണ്ട്. അദ്ദേഹം അന്ന് അധ്യാപകനായിരിക്കുന്ന സമയത്തും നമ്മുടെ തിരുവനന്തപുരത്തെ ഇടവകയിൽ അദ്ദേഹം കുർബാനയ്ക്ക് കൂടുന്ന ആളായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തെ ഏറ്റുപറയുന്നതിന് ലജ്ജിക്കരുത്. എത്ര വളർന്നാലും എത്ര വലുതായാലും കർത്താവിനെ മാനിക്കുന്നതിന് മടി കാണിക്കരുത്. ദൈവത്തെ ഏറ്റുപറയാൻ ലജ്ജിച്ചാൽ ഈശോ പറഞ്ഞിട്ടുണ്ട്, എന്താണെന്നറിയോ? മനുഷ്യരുടെ മുമ്പിൽ നീ എന്നെ തള്ളിപ്പറഞ്ഞാൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങളെ തള്ളിപ്പറയും. ഹല്ലേലൂയ.
ഹല്ലേലൂയാ. ഇപ്പം എൻ്റെ വലതുവശത്തൊരു ചെറുപ്പക്കാരൻ ഇരിപ്പുണ്ട്. മൗണ്ട് കാർമലിലെ ഗാനശുശ്രൂഷകരിൽ ഒരാളാണ്. L&T എന്ന് പറയുന്ന ഒരു കമ്പനിയിലെ എനർജി ഓഡിറ്ററായിട്ട് ജോലി ചെയ്യുന്നു. കമ്പനിയാണ് വിമാനച്ചെലവ് കൊടുക്കുക. ഇന്ത്യയിൽ എവിടെയും യാത്ര ചെയ്യാൻ വിമാനച്ചെലവ് മുഴുവൻ കമ്പനി. ലോകത്ത് ഇന്ത്യയിൽ എവിടെയും ടാക്സിയിൽ യാത്ര ചെയ്യാൻ ടാക്സിയുടെ ചാർജ് മുഴുവൻ കമ്പനിയാണ് കൊടുക്കുന്നത്. മനസ്സിലായോ? ഇന്ത്യയിൽ പല ഭാഗത്തും പല സ്ഥലങ്ങളിലും ജോലിയുടെ ഭാഗമായിട്ട് യാത്ര ചെയ്യും. വിമാനച്ചെലവ് മുഴുവൻ കമ്പനിയാണ് കൊടുക്കുന്നത്, ഒരു പൈസയും മുടക്കില്ല. അപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ മൗണ്ട് കാർമലി വന്ന് ഒരു പെട്ടിയിൽ അവന് ആവശ്യമുള്ള തുണി സാധനങ്ങൾ എടുക്കും. വേറൊരു പെട്ടിയിൽ കുറച്ച് ബൈബിളും കുറച്ച് യേശുവിനെ കുറിച്ചുള്ള ലഘുലേഖകളും അങ്ങനെയുള്ള സാധനം എടുത്തിട്ട് പോയിട്ട് ജോലിക്ക് പോയി, ജോലി കഴിഞ്ഞിട്ട് തെരുവിലിറങ്ങി ഇത് വിതരണം ചെയ്ത് ബൈബിളും കൊടുത്ത് സുവിശേഷം പ്രസംഗിക്കും. ഹല്ലേലൂയ. ഏതാണ്ട് 1,00,000 മാസം ശമ്പളം വാങ്ങിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തെ ഏറ്റുപറയാൻ ലജ്ജിക്കരുത്. എത്ര വളർന്നാലും ലജ്ജിക്കാൻ പാടില്ല ദൈവത്തെ ഏറ്റുപറയാൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പുറകിലൊരു ചെറുപ്പക്കാരൻ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നുണ്ട്. ലണ്ടനിലാണ് അവിടെ ജോലി ചെയ്യുന്നു. അവനും ഭാര്യയും ലണ്ടനിലാണ്. നാട്ടിൽ വരുമ്പോൾ മുഴുവൻ സമയവും എവിടെ കൺവെൻഷൻ ഉണ്ടെങ്കിലും അവിടെ എല്ലാം വരും, വന്ന് പ്രാർത്ഥിക്കും. മനസ്സിലായി? കാശുണ്ടാവുന്നതനുസരിച്ച് ദൈവത്തെ മറക്കരുത്. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അതുകൊണ്ട് ദൈവത്തെ നമ്മൾ കർത്താവിനെ വിളിക്കണം. അതേ പറഞ്ഞു. അവർ തങ്ങളുടെ കഷ്ടതയിൽ എന്ത് ചെയ്തു? നാവ് പൂട്ടി മിണ്ടാതിരുന്നില്ല. അവർ തങ്ങളുടെ കഷ്ടതയിൽ കർത്താവിനെ വായിക്കാം. സങ്കീർത്തനം 107:19 വായിച്ചേ. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. എന്താണ്? വിളിച്ചപേക്ഷിച്ചു. അടുത്ത വാക്യം. വിനാശത്തിൽ നിന്ന്, ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. ഞെരുക്കങ്ങളിൽ നിന്ന് വിളിച്ചപേക്ഷിച്ചപ്പോ ഞെരുക്കത്തിൽ നിന്ന് രക്ഷിച്ചു. എങ്ങനെ? അവിടുന്ന് തൻ്റെ വചനം അയച്ചു. എന്നൊക്കെ പറ. അവിടുന്ന് തൻ്റെ വചനം അയച്ചു. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. അവിടുന്ന് തൻ്റെ വചനം അയച്ച് അവരെ സുഖപ്പെടുത്തി, അല്ലേ? വചനമയച്ച് അവരെ സൗഖ്യമാക്കി, വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. ഹല്ലേലൂയ. അപ്പോൾ വിളിച്ചപേക്ഷിക്കുമ്പോഴാണ് അവിടുന്ന് വചനം അയക്കുന്നത്. 32-ാം സങ്കീർത്തനം എടുത്തേ. ക്ലേശകാലത്ത് കർത്താവിനെ വിളിക്കണം. സങ്കീർത്തനങ്ങൾ 32 എടുത്തോ. അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാൻ. ഞാൻ പാപങ്ങൾ ഏറ്റുപറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ കരഞ്ഞ് എൻ്റെ ശരീരം ക്ഷയിച്ചുപോയി. രാവും പകലും അങ്ങയുടെ കരം എൻ്റെ മേൽ പതിച്ചിരുന്നു. വേനൽക്കാലത്ത് ചൂടുകൊണ്ടെന്ന പോലെ എൻ്റെ ശക്തി വരണ്ടുപോയി. എൻ്റെ പാപം അവിടുത്തോട് ഞാൻ ഏറ്റുപറഞ്ഞു. എൻ്റെ അകൃത്യം ഞാൻ മറച്ചുവെച്ചില്ല. എൻ്റെ അതിക്രമങ്ങൾ കർത്താവിനോട് ഞാൻ ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു. ആകയാൽ ദൈവഭക്തർ ആപത്തിൽ ദൈവത്തെ വിളിച്ചോണം. ആപത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ. അടുത്ത വാക്യം. കഷ്ടത കരകവിഞ്ഞൊഴുകിയാലും അതവരെ തൊടുകയില്ല. ആരെ തൊടുകയില്ല? ആപത്തിൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവരെ അത് തൊടില്ല. അതിനൊരു കാരണമുണ്ട്. ആ കാരണം നമ്മൾ വായിക്കുന്നത് 8-ാം സങ്കീർത്തനത്തിലാണ്. വിളിച്ചപേക്ഷിക്കുന്നവരെ ആപത്ത് തൊടില്ല. അതിൻ്റെ കാരണം എന്താണ്? കാരണം സങ്കീർത്തനം 8 വാക്യം 2. ശത്രുക്കളെയും രക്തദാഹികളെയും നിശബ്ദരാക്കാൻ അവിടുന്ന് ശിശുക്കളുടെയും മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെയും അധരങ്ങൾ കൊണ്ട് സുശക്തമായ, അതായത് അധരം കൊണ്ട് കോട്ട കെട്ടി. അധരം കൊണ്ടെങ്ങനെ കോട്ട കെട്ടുന്നത്? അത് അറിയണമെങ്കിൽ നമ്മൾ വായിക്കേണ്ടത് അധരം കൊണ്ട് എങ്ങനെയാണ് കോട്ട കെട്ടി എന്നുള്ളത്. അതിന് നമ്മൾ വായിക്കേണ്ടത് മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 21-ാമത്തെ അധ്യായത്തിൽ എങ്ങനെയാണ് അധരം കൊണ്ട് കോട്ട കെട്ടുക എന്ന് കിടപ്പുണ്ട്. മത്തായിയുടെ സുവിശേഷം 21-ാമത്തെ അധ്യായം. മത്തായിയുടെ സുവിശേഷം
21 അധ്യായത്തിൽ കർത്താവ് അത് പറയുന്നുണ്ട്. നിങ്ങൾ വായിക്കാം. അതായത് വായിക്കേണ്ട വാക്യം 16 വായിച്ചേ. അവർ അവനോട് പറഞ്ഞു, ഇവരെന്താണ് പറയുന്നതെന്ന് നീ കേൾക്കുന്നില്ലേ? യേശു പ്രതിവചിച്ചു, ഉവ്വ്, ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും അധരങ്ങളിൽ കോട്ടകെട്ടി എന്നതിന് ഈശോ വേറൊരു വാക്ക് ഉപയോഗിക്കുകയാണ്, സ്തുതി. അപ്പോൾ അതാണ് സംഭവം. അതായത് സ്തുതിക്കുമ്പോൾ, കേൾക്കുക, സ്തുതിക്കുമ്പോൾ, പ്രിയമക്കളെ നിങ്ങൾ കേട്ടെ, സ്തുതിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന സമയത്ത് നമ്മുടെ ചുറ്റും കോട്ട കെട്ടപ്പെടും. അതതിൻ്റെ അർത്ഥം. നമ്മൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന സമയത്ത്, ഇപ്പോൾ മോള് ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ ആ സമയത്ത് നിനക്ക് ചുറ്റും ഒരു കോട്ട കെട്ടപ്പെടും. അതാണ് വിളിച്ചപേക്ഷിക്കണമെന്ന് പറയുന്നത്. കർത്താവിനെ ആപത്തിൽ വിളിച്ചപേക്ഷിച്ചാൽ കഷ്ടത കരകവിഞ്ഞൊഴുകിയാലും ദൈവഭക്തരെ അത് തൊടില്ല. തൊടാതെ പോകുന്നതിൻ്റെ കാരണം ഈ വിളിച്ചപേക്ഷിക്കുന്ന സമയത്ത് ഒരു സംരക്ഷണത്തിൻ്റെ കോട്ട കെട്ടും. ജോബ് 1:10 വായിക്കുക. അത് നല്ലൊരു വചനമാണ്. ജോബ് 1:10. സാത്താൻ പറയുകയാണ്, എനിക്ക് ജോബിനെ തൊടാൻ പറ്റില്ല. കാരണം എന്താണ്? നീ അവന് ചുറ്റും വേലി കെട്ടിയിട്ടുണ്ട്. ജോബ് 1:10 സാത്താൻ പറയുകയാണ്. വായിച്ചേ. അവിടുന്ന് അവനും അവൻ്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലി കെട്ടി സുരക്ഷിതത്വം നൽകി എല്ലാ പ്രവൃത്തികളിലും അവനെ അനുഗ്രഹിച്ചു. കണ്ടോ, ആരായി പറയുന്നേ? പിശാച്. ജോബ് 1:10 ആരാ പറയുന്നേ? പിശാച് പറയുകയാണ്, എനിക്ക് ജോബിനെ തൊടാൻ പറ്റില്ല. കാരണം എന്താണ്? നീ അവന് ചുറ്റും വേലി കെട്ടിയിരിക്കുകയാണ്. ഈ വേലി കെട്ടുന്നത് എങ്ങനെയാണ്? സുശക്തമായ കോട്ട കിട്ടുന്നത് എങ്ങനെയാണ്? പറഞ്ഞേ. സ്തുതിക്കുമ്പോ. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ മനസ്സിലായോ? ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോഴാണ് ദൈവം ഈ കോട്ട കെട്ടിത്തരുന്നത്. അപ്പോൾ പിശാചിന് തൊടാൻ പറ്റാത്ത അതിശക്തമായ സുശക്തമായ ഒരു കോട്ട കെട്ടപ്പെടും. അതുകൊണ്ട് എപ്പോഴും ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങിയ ആരംഭകാലത്ത് എൻ്റെ വായിൽ ദൈവം വെച്ച് തന്നൊരു വാചകമാണ്, നിന്റെ നാവിൻ്റെ കെട്ടഴിഞ്ഞാൽ നിന്റെ വീടിൻ്റെ കെട്ടഴിയും എന്ന് പറഞ്ഞേ. നിന്റെ നാവിൻ്റെ കെട്ടഴിഞ്ഞാൽ, അതായത് പല കുടുംബങ്ങളും കെട്ടപ്പെട്ടിരിക്കുന്നതിൻ്റെ കാരണം നാവിൻ്റെ കെട്ടാണ്. ഈ നാവ് കൊണ്ട് ദൈവത്തെ സ്തുതിക്കില്ല. ഇനി സ്തുതിച്ചോ പ്രാർത്ഥിച്ചോ അനുഗ്രഹം ഉണ്ടാക്കിയാൽ ഈ നാവിലൂടെ പന്നവർത്താനം പറഞ്ഞ് അത് കളയുകയും ചെയ്യും. ഹല്ലേലൂയ. ഒരുപാട് കുടുംബങ്ങളിൽ നിങ്ങൾക്ക് കേൾക്കാവോ? ശ്രദ്ധിച്ചോ? ഇത് ഒരുപാട് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിൽ പുരോഗതി ഉണ്ടാവാത്തതിൻ്റെ കാരണം നാവിൻ്റെ ദുരുപയോഗമാണ്. പ്രാർത്ഥിക്കും, ഒരു വശത്ത് പ്രാർത്ഥിച്ച് കൃപയുണ്ടാക്കിയെടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? 10 പേരെ കുറ്റം പറഞ്ഞ് അത് കളയും. പരദൂഷണം പറഞ്ഞ് അത് കളയും. വിധിച്ച് സംസാരിച്ച് അത് കളയും. നിങ്ങൾ വിചാരിക്കരുത് കുറ്റം പറയുന്നത് ഒരു ലഘുപാപമാണെന്ന് വിചാരിക്കരുത്. മറ്റുള്ളവരുടെ കുറ്റം പറയുന്നത് മാരക പാപമാണ്. ഹല്ലേലൂയ. കാരണം നാവിലൂടെ നിങ്ങളെ സ്വന്തമാക്കി എല്ലാ കൃപകളും പരദൂഷണം പറഞ്ഞ് അത് കളയും. അപ്പോൾ അത് മനസ്സിലാക്കി. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നാവ്, നിന്റെ നാവിൻ്റെ കെട്ടഴിഞ്ഞാൽ നിന്റെ വീടിൻ്റെ കെട്ടഴിയും. നാവിൻ്റെ കെട്ടഴിഞ്ഞാൽ വീടിൻ്റെ കെട്ടഴിയും. അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥിക്കാതിരിക്കരുത്. നമ്മുടെ കുടുംബനാഥന്മാർ ഉറക്ക ദൈവത്തെ വിളിക്കണം. വീട്ടിൽ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് കർത്താവിനെ വിളിച്ച് കർത്താവിനെ ആരാധിച്ച് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഞാൻ UGC നെറ്റിങ്ങിൻ്റെ കോച്ചിങ്ങിന് എനിക്ക് 1ാമത്തെ പേപ്പർ ബുദ്ധിമുട്ടായതുകൊണ്ട് എൻ്റെ സുഹൃത്തായ ഒരു അധ്യാപകൻ്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ, ഞാൻ അന്ന് കോളേജിലുണ്ടായിരുന്ന സമയത്ത് ഈ അധ്യാപകൻ്റെ വീട്ടിൽ ഒരു വൈകുന്നേരം ഞാനും വേറൊരു അച്ഛനും കൂടി ഈ ഫസ്റ്റ് പേപ്പർ, UGC നെറ്റിൻ്റെ ഫസ്റ്റ് പേപ്പർ ആ അധ്യാപകൻ നന്നായിട്ട് പറഞ്ഞു തരും. അപ്പം ഞങ്ങൾ വൈകുന്നേരം, സാറേ ഞങ്ങളെ ഒന്ന് സഹായിക്കാമെന്ന് ചോദിച്ചപ്പോൾ അച്ഛന്മാർ വരാൻ പറഞ്ഞിട്ട് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന്, ഞങ്ങൾ സുഹൃത്തുക്കളാണ്. അപ്പോൾ കൃത്യം 7 മണിയായി. 7 മണിയായപ്പോൾ 7 പ്രാവശ്യം ക്ലോക്കിൽ മണിയടിച്ചു. 7 മണിയായി എന്ന് കണ്ടപ്പോൾ, ഈ ക്ലോക്ക് അടിച്ചപ്പോൾ ഈ മനുഷ്യൻ അവിടുന്ന്, ഞങ്ങൾ മുകളിലത്തെ നിലയിലാണ്, പെട്ടെന്ന് അദ്ദേഹം പറയാം, അയ്യോ അച്ഛാ ഞാൻ എപ്പോൾ വരാവേ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഓടി താഴേക്ക് പോയിട്ട് അദ്ദേഹം അപ്പൻ്റെ അടുത്ത് ചെന്ന് എന്തോ പറഞ്ഞിട്ട് ഓടിക്കേറി വന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ അപ്പച്ചൻ്റെ അടുത്ത് എന്ന് പറഞ്ഞാണ്, എൻ്റെ അപ്പൻ്റെ അടുത്ത് എന്ന് പറഞ്ഞാണ്, അച്ഛന്മാർ ദൂരെ നിന്ന് വന്നാണ്, അതുകൊണ്ട് അവരെ വിടണം, ഞാൻ ഇത് കഴിഞ്ഞിട്ട് വന്ന് പ്രാർത്ഥിച്ചോളാം
7 മണിക്ക് വീട്ടിൽ കുടുംബ പ്രാർത്ഥനയാണ്. ഇതാരെന്നറിയാം? മാറിവാനീസ് കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ്റെ വീട്ടിലെ കാര്യം ഞാൻ പറയുന്നത്. ആ അധ്യാപകൻ അപ്പൻ്റെ അടുത്തേക്ക്, അപ്പൻ ഈ അധ്യാപകൻ്റെ 10-1 വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത അപ്പനാണ്. പക്ഷേ ഈ വല്യപ്പൻ്റെ അടുത്ത് ഓടി സമാധാനം പറയാൻ പോയിരിക്കുകയാണ്. തിരിച്ചു വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, 7 മണിക്ക് കുരിശു വരയ്ക്കാൻ താഴെ പോയില്ലെങ്കിൽ അപ്പൻ കണ്ണ് വിട്ടുന്ന ചീത്ത വിളിക്കുമെന്ന് പറഞ്ഞു. ഇയാൾ ആരാ? മാറിവാനീസ് കോളേജിലെ പ്രൊഫസറാണ് ഈ പറയുന്ന മകൻ. അങ്ങനെയാണ് കുടുംബങ്ങൾ, പ്രാർത്ഥനയ്ക്ക് വില കൊടുത്ത കുടുംബങ്ങൾ, കുടുംബ പ്രാർത്ഥന. അപ്പോൾ അപ്പൻ വരണം പ്രാർത്ഥിക്കാൻ, അമ്മ വരണം, അവിടെ നിന്ന് പ്രാർത്ഥിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഹല്ലേലൂയ. പ്രഭാഷകൻ 27:2 വായിക്കും. പ്രഭാഷകൻ 27:2. പ്രഭാഷകൻ 27:3 ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഇല്ലാത്തവൻ്റെ ഭവനം അതിവേഗം നശിച്ചു പോകും. ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഇല്ലാത്തവൻ്റെ ഭവനം അതിവേഗം നശിച്ചു പോകും. അപ്പം ഇതോർത്തിരിക്കണം. കുടുംബത്തിൽ പ്രാർത്ഥിക്കണം, കുടുംബത്തിൽ പ്രാർത്ഥിക്കണം. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മനുഷ്യൻ്റെ കുടുംബത്തിൽ ഒത്തിരി വലിയൊരു തകർച്ച വന്നു. അപ്പോൾ അദ്ദേഹം പള്ളിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. അപ്പോൾ എൻ്റെ മനസ്സ് വളരെ ദുഃഖിച്ചു. ഞാൻ ഓർത്തു, എൻ്റെ കർത്താവേ, പള്ളിയിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളുടെ വീട്ടിലാണല്ലോ ഇത് വലിയ ഒരു പൈശാചികമായ സംഭവമാണ് ആ വീട്ടിൽ നടന്നിരിക്കുന്നത്. എന്താണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഞാൻ മനസ്സ് ഒത്തിരി ദുഃഖിച്ചു. ഞാൻ നാട്ടിലില്ലായിരുന്നു. എങ്കിലും ഞാൻ മെസ്സേജൊക്കെ അയച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ നാട്ടിൽ വന്നപ്പോൾ എന്നോട് അച്ഛന്മാരിൽ ഒരാൾ പറഞ്ഞു, എൻ്റെ അച്ഛാ, ഞാൻ 2-3 ദിവസം മുമ്പ് ആ വീട്ടിൽ പോയതാന്ന് പറഞ്ഞു. ആ വീട്ടിൽ പോയപ്പോൾ ആ വീട്ടിൽ ഞാൻ ചോദിച്ചു, നിങ്ങളിവിടെ കുടുംബ പ്രാർത്ഥനയില്ലേ എന്ന് ചോദിച്ചപ്പോൾ സംസാരത്തിൽ നിന്ന് മനസ്സിലായി. അപ്പോൾ പറഞ്ഞു, ഇല്ല, കുടുംബ പ്രാർത്ഥനയില്ല. പള്ളിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്, കുടുംബ പ്രാർത്ഥനയില്ല. അപ്പോൾ ആ ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടൻ പള്ളിയിലെ പ്രധാനപ്പെട്ട ഒരാളല്ലേ, ചേട്ടൻ എന്ത് ഈ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയില്ലെന്ന്. അപ്പോൾ പുള്ളി പറയാണ്, ഞാൻ വൈകുന്നേരം പള്ളിയിൽ പോയി 1/2 മണിക്കൂർ പ്രാർത്ഥിക്കും. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അയ്യോ അങ്ങനെ പറയരുത്, ചേട്ടൻ ഇവിടെ വന്ന് കുടുംബാംഗങ്ങളെ ഒരുമിച്ച് കൂട്ടിയിരുന്ന് പ്രാർത്ഥിക്കണ്ടേ. അത് ഇവരെ കൊണ്ടൊന്ന് ഞാൻ അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കുന്നു. വീട്ടിൽ പ്രാർത്ഥനയില്ല. ഞാൻ എന്താ സംഭവം എന്ന് പറയുന്നില്ല. അതായത് ഇനി ഒരു ജന്മം മുഴുവൻ കിടന്ന് അധ്വാനിച്ചാൽ പോലും എനിക്ക് തോന്നുന്നില്ല ആ ഉണ്ടായ തകർച്ച പരിഹരിക്കാൻ പറ്റുമെന്ന്. അതുപോലൊരു ആപത്തിൽ ചെന്ന് വിട്ടിരിക്കേണ്ട കുടുംബം. കർത്താവ് പറയുന്ന കാര്യം, അതായത് ഒരു അബദ്ധത്തിൽ ചെന്ന് വീഴാൻ 1/2 സെക്കൻഡ് വേണോ ജീവിതം ഒന്ന് നേരെ തകിടം മറിയാൻ? ഇപ്പം ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു ഫോൺ കോൾ വന്നാൽ മതി ജീവിതം നേരെ കിഴക്കാൻ പാട് തിരിയാൻ. പോരെ? അപ്പം ദൈവത്തെ ആശ്രയിക്കണ്ടേ, പ്രാർത്ഥിക്കണ്ടേ? വായിക്കുക പ്രഭാഷകൻ 27:3. ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഇല്ലാത്തവൻ്റെ ഭവനം, ഉറക്കെ ഒന്നുകൂടെ വായിക്ക്, ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഇല്ലാത്തവൻ്റെ ഭവനം അതിവേഗം നശിച്ചു പോകും. ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഇല്ലാത്തവൻ്റെ ഭവനം അതിവേഗം നശിച്ചു പോകും. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഒന്ന് ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. അതായത് ഇനി വേറൊരു വചനം വായിക്കും. പ്രഭാഷകൻ 32, പ്രഭാഷകൻ 32, 11, 12, 13. പ്രഭാഷകൻ വായിച്ചോ. തക്ക സമയത്ത് പോണം. എവിടാ പോണ്ടേ? വീട്ടിൽ. ഇത് വീട്ടിൽ പോകുന്ന കാര്യമാണ് പറയുന്നത്. തക്ക സമയത്ത് വീട്ടിൽ പോകണം. വഴിയിൽ കറങ്ങി നിൽക്കരുത്. തക്ക സമയത്ത് വീട്ടിൽ പോകണം. അവസാനത്തവൻ, അതായത് ഈ പഞ്ചായത്തിലെ എല്ലാവരും വീട്ടിൽ കയറിയിട്ടേ ഞാൻ വീട്ടിൽ കയറത്തുള്ളൂ എന്ന് വിചാരിച്ചിരിക്കരുത്. തക്ക സമയത്ത് വീട്ടിൽ പൊക്കോണം. അവസാനത്തവൻ ആകരുത്. അടുത്ത വാക്യം, വേഗം വീട്ടിൽ പോവുക, തങ്ങി നിൽക്കരുത്. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് ഇന്നലെ ഈ പിതാവ് പറഞ്ഞില്ലേ, ഈ എൻ്റെ അനന്തരവൻ അച്ഛനായി എന്ന് പറഞ്ഞില്ലേ, ഞാൻ ഇന്നലെ അവൻ്റെ കുർബാനയ്ക്ക് നിന്നപ്പോൾ ഞാൻ ഓർക്കായിരുന്നേ, അതായത് ഈ കൊച്ചൻ്റെയോ ഈ അച്ഛൻ്റെയോ കൊച്ചച്ഛൻ്റെയോ എൻ്റെയോ
ഒന്നും നന്മ കൊണ്ടല്ല ഇത് നടന്നത്. അതായത് ഈ ചെറുപ്പക്കാരൻ പുരോഹിതനായി മാറി. അപ്പോൾ ഞാൻ ആ കുർബാനയ്ക്ക് കൂടെ നിന്നപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, ഇതെല്ലാം ഇങ്ങനെ പുറകോട്ട് ട്രേസ് ചെയ്താൽ ചെന്ന് നിൽക്കുന്നത് എൻ്റെ അപ്പൻ്റെ അമ്മ 102 വയസ്സുള്ളപ്പോഴാണ് മരിച്ച്. അപ്പൻ്റെ അമ്മ, ഈ അമ്മച്ചിയെ എനിക്ക് കണ്ട ഓർമ്മയിലെല്ലാം ഒറ്റ കാഴ്ചയെ എൻ്റെ മനസ്സിൽ പതിഞ്ഞിട്ടുള്ളൂ. കട്ടിലേൽ ബൈബിളും തുറന്ന് ഇരിക്കുന്നൊരു വല്യമ്മ. വെളുപ്പംകാലത്തേ എഴുന്നേക്കുമായിരുന്നു. എഴുന്നേറ്റിരുന്ന് പാട്ടൊക്കെ പാടി പ്രാർത്ഥിച്ച്. എനിക്ക് ആ അമ്മച്ചിയെക്കുറിച്ച് എൻ്റെ മനസ്സിൽ വേറെ ഒരു ഓർമ്മയില്ല. വീട്ടിൽ ആ കട്ടിലേൽ ഇരുന്ന് കറുത്ത പുറഞ്ചട്ടയുള്ളൊരു പഴയ സത്യവേദ പുസ്തകം എടുത്ത് അതും വായിക്കുക, സങ്കീർത്തനമൊക്കെ നല്ല ഈണത്തിരുന്ന് വായിക്കുക, പ്രാർത്ഥിക്കുക. ഞാൻ അവിടെ ഇരുന്ന് ഓർക്കുകയായിരുന്നു. അതായത് ഇന്ന് ഈ കൊച്ചച്ഛൻ കുർബാന അർപ്പിക്കുമ്പോൾ ഞാൻ ഓർക്കുകയാണ്, അവൻ്റെ അമ്മയുടെ അപ്പൻ്റെ അമ്മ, ആ വല്യമ്മയുടെ പ്രാർത്ഥനയാണ് ഈ അൾത്താരയിൽ കുർബാനയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന വീട്ടിൽ നിന്ന് പോകത്തില്ല. ഹല്ലേലൂയാ പറഞ്ഞ ഹല്ലേലൂയാ. എനിക്ക് ഒരു കാര്യം അറിയാം. എന്തെന്നറിയാം? ഒരു സ്ഥലത്ത് കാലുകുത്തിയാൽ, ഞാൻ മറ്റ് അവകാശവാദങ്ങളൊന്നും പറയുന്നില്ല, ഒരു കാര്യം അതിന് എൻ്റെ ഒരു അവകാശവാദമാണ്. എന്താണെന്നറിയാം? അതായത് എനിക്കൊരു സ്ഥലത്ത് കാലുകുത്തിയാൽ അവിടെ കർത്താവുണ്ടോ ഇല്ലയോ എന്നറിയാം. അത് എൻ്റെ അവകാശവാദമായിട്ട് തന്നെ നിങ്ങൾ എടുത്തോ. എനിക്കത് അറിയാൻ പറ്റും. അവിടെ പരിശുദ്ധാത്മാവിൻ്റെ മൂവിങ് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് ഇറങ്ങുമ്പോൾ തന്നെ അറിയാം. ചില വീടുകളിൽ കാല് കുത്തുമ്പോൾ അറിയാം അവിടെ പരിശുദ്ധാത്മാവുണ്ട്, അവിടെ പ്രാർത്ഥനയുണ്ട്, അവിടെ ദൈവത്തെ വിളിക്കുന്ന ആരോ ഉണ്ട്, അവിടെ ഇരുന്ന് ആരോ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. കാല് കുത്തുമ്പോൾ അറിയാം. എന്നാൽ ചില സ്ഥലത്ത് ചെന്നാലോ ഭയങ്കര സംഭവമൊക്കെ ആയിരിക്കും. 1% ദൈവാത്മാവ് ഉണ്ടാവില്ല. ഹല്ലേലൂയാ. പ്രാർത്ഥിക്കുന്ന വീട് അവിടെ കാല് കുത്തുമ്പോൾ അറിയാം. ആത്മാവിൻ്റെ മൂവിങ്, സാന്നിധ്യം, ദൈവ സാന്നിധ്യം. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പ്രാർത്ഥന അവിടെ കിടക്കും. പ്രാർത്ഥിച്ച പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പോയാലും ആ പ്രാർത്ഥന അവിടെ കിടക്കും. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ഈ പാപ്പാല കോളനി പള്ളിയിൽ വികാരിച്ചനായിട്ടിരിക്കുമ്പോൾ ലോട്ടറി വിൽക്കാൻ പോകുന്നൊരു ചേട്ടനുണ്ടായിരുന്നു. ആ ചേട്ടൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഒരു കത്ത് തരാമെന്ന് ചോദിച്ചു. കത്തെന്തിനാ? സാധാരണ ഞങ്ങളച്ഛന്മാരോട് നിങ്ങൾ കത്തിന് വരുന്നത് ഒന്നുകിൽ അഡ്മിഷൻ, അല്ലെങ്കിൽ ജോലി, അല്ലെങ്കിൽ വല്ല സർട്ടിഫിക്കറ്റും. കത്തെന്തിനാ, എന്തിനാ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അച്ഛന് അറിയാത്തൊരു കാര്യമുണ്ട് എന്നെക്കുറിച്ച്. അച്ഛൻ അറിയാവുന്ന കാര്യം, ഞാൻ ലോട്ടറി കച്ചവടക്കാരനാണ്, എൻ്റെ ഭാര്യ മരിച്ചുപോയതാണ്, എനിക്ക് കുഞ്ഞുങ്ങളില്ല, എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ, അമ്മയെ നോക്കി ഞാൻ ജീവിക്കുന്നു, ലോട്ടറി വിറ്റ്. ഇത്രേ അച്ഛൻ അറിയത്തുള്ളൂ. അച്ഛൻ അറിയാത്ത കാര്യം. ലോട്ടറി വിറ്റിട്ട് ഉച്ച കഴിഞ്ഞ് ഫ്രീ ഉള്ള സമയത്ത് ഞാൻ വീടാന്തരം കയറി ഇറങ്ങി പ്രാർത്ഥിക്കാൻ പോകാറുണ്ട്. അത് അച്ഛൻ അറിഞ്ഞൂടാ. വീടുകൾ കയറി ഇറങ്ങി പ്രാർത്ഥിക്കുമ്പോൾ ആളുകൾ ചോദിക്കും, നിങ്ങൾ ഏത് സഭയാ? വെള്ളയിട്ടാ പോണേ. അപ്പോൾ പറയും, ഞങ്ങൾ കത്തോലിക്കരിങ്ങനെ വരുത്തില്ലല്ലോ. ഇല്ലില്ല, നിങ്ങൾ കത്തോലിക്കരൊന്നുമില്ല, പോയേ എന്ന് പറഞ്ഞ് കത്തോലിക്കർ എന്നെ ഇറക്കി വിടുകയാണ്. അതുകൊണ്ട് അച്ഛൻ ഒരു എഴുത്തെഴുതിത്താ, ഞാൻ ഈ പള്ളിയിലെയാണ്, അച്ഛനാണ് എൻ്റെ വികാരിയച്ഛൻ, ഞാൻ കുഴപ്പക്കാരനല്ല. ഞാൻ പറഞ്ഞു, അതിനെന്താ എഴുത്തെഴുതി തരാം. ഞാൻ ലെറ്റർ പാടെടുത്ത് എഴുതാൻ തുടങ്ങുമ്പോൾ എൻ്റെ മനസ്സിലൊരു രണ്ടാം ചിന്ത വന്നു. ഇപ്പം തന്നെ ആവശ്യത്തിന് കുഴപ്പങ്ങളുണ്ട്, തലവേദനകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇനി ഒരു തലവേദനയോട് എടുത്ത് വെക്കണോ? ഇങ്ങേര് ഏതെങ്കിലും വീട്ടിൽ പോയി എന്തെങ്കിലും കുഴപ്പം ഒപ്പിച്ചാൽ ഈ കത്ത് കയ്യിലിരിക്കുന്നിടത്തോളം കാലം ആ കുഴപ്പത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം കറങ്ങിത്തിരിഞ്ഞ് എൻ്റെ തലയിൽ വരും. അപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടല്ലോ ഇയാൾ എന്താ പോയി പറയണേന്ന്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത് എനിക്ക് കുഴപ്പമാവുമോ? അച്ഛന് കുഴപ്പമാവത്തില്ല, ഞാൻ പ്രാർത്ഥിക്കാനല്ലേ പോണേ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ചേട്ടൻ എന്താ പ്രാർത്ഥിക്കുന്നത്, എന്നെ ഒന്ന് പ്രാർത്ഥിച്ച് കേൾപ്പിക്കാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, അതിനിപ്പോൾ എന്താ, ഞാൻ ഇപ്പം അച്ഛൻ്റെ താമസിക്കുന്ന ഈ വീട് ഞാൻ കയറി വന്നൊരു വീടായിട്ട് വിചാരിക്കുക, ഞാനിവിടെ പ്രാർത്ഥിക്കാൻ പോവാണ്, എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. ഞാൻ എഴുന്നേറ്റ് നിന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ ജീവിതത്തിൽ ചെറുപ്പം മുതലേ മനോഹരമായ പ്രാർത്ഥനകൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഈ നാട്ടിൽ ഇടവ പള്ളിയിൽ ഈ കുടുംബ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നത് എനിക്കിഷ്ടമല്ലായിരുന്നു. എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ഒരു സുഖമില്ല. എന്നാൽ ചില അമ്മച്ചിമാർ
ചില ചേട്ടന്മാർ പ്രാർത്ഥന തുടങ്ങി 2-ാം മിനിറ്റിൽ അവിടെ ഒരു അന്തരീക്ഷം മാറും. അങ്ങനെ ഒരു സംഭവമുണ്ട്. ചിലർക്ക് പ്രാർത്ഥനയുടെ ഒരു വരമുണ്ട്, എല്ലാവർക്കും ഇല്ല. അപ്പം ഞാൻ ചെറുപ്പത്തിൽ വളരെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് തന്നെ ഇത് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ചിലർ പ്രാർത്ഥിക്കുക, അതെനിക്കിഷ്ടമാണ്. ചിലരുടെ പ്രാർത്ഥന അതിനൊരു താളമുണ്ട്, അതിനകത്തൊരു കണ്ണുനീരുണ്ട്, അതിനകത്തൊരു ഹൃദയ ആർദ്രതയുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ അടങ്ങിയിരിക്കാൻ തോന്നും. ചെറിയ കുട്ടികൾക്കാണെങ്കിൽ പോലും അടങ്ങിയിരിക്കാൻ തോന്നും. അങ്ങനത്തെ ഒരു പ്രാർത്ഥനയുണ്ട്. അതുകൊണ്ട് എനിക്ക് നല്ല പ്രാർത്ഥനകൾ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ട ഏറ്റവും നല്ല പ്രാർത്ഥന ഈ ലോട്ടറി കച്ചവടക്കാരൻ്റെ പ്രാർത്ഥനയായിരുന്നു. ആ പ്രാർത്ഥന, അദ്ദേഹം പറഞ്ഞ പ്രാർത്ഥന മുഴുവൻ അതുപോലെ പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ മറന്നുപോയി. എന്നാൽ 1-2 വാചകങ്ങൾ അദ്ദേഹം പറഞ്ഞതിനെ ഞാൻ എൻ്റെ വാചകങ്ങളായി പറയാം. അതുപോലെ പറയാൻ അറിഞ്ഞുകൂടാ. അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്, എനിക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചു, എൻ്റെ വീട്ടുകാർക്ക് വേണ്ടി, ഇടവയ്ക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിച്ചു. കുറേ സമയം പ്രാർത്ഥിച്ചിട്ട് ഒടുവിൽ അദ്ദേഹം പറഞ്ഞ് പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവേ, ഈ പാവപ്പെട്ടവൻ ഇവിടം വിട്ടു പോവാണ്. ഞാൻ ഇവിടം വിട്ടു പോയാലും എൻ്റെ പ്രാർത്ഥനയുടെ ശബ്ദതരംഗങ്ങളായി ഈ അന്തരീക്ഷത്തിൽ കിടന്ന് ഈ അച്ഛൻ ഇവിടെ ജീവിക്കുന്ന കാലത്തോളം ഈ അച്ഛന് വേണ്ടി നിലവിളിച്ചുകൊണ്ടേയിരിക്കും. പാവപ്പെട്ടൊരു മനുഷ്യനാണ്. ഞാൻ ഓർക്കുകയാണ്, ശുദ്ധശാസ്ത്രമാണ് ഇയാൾ പറയുന്നത്, പ്യുവർ സയൻസാണ്. അതായത് നിങ്ങൾക്ക് ഊർജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. ഊർജത്തെ നശിപ്പിക്കാൻ പറ്റില്ല. ഇപ്പോൾ ശബ്ദ ഊർജം, അതിനെ നശിപ്പിക്കാൻ പറ്റില്ല. വേറെ ഏതെങ്കിലും ഊർജമായിട്ട് കൺവേർട്ട് ചെയ്യാനേ പറ്റൂ. ഇപ്പോൾ 2000 വർഷം മുമ്പ് ഈശോ സംസാരിച്ച ശബ്ദം നശിച്ചിട്ടില്ല, അതെവിടെ കിടപ്പുണ്ട്. അത് യൂദയായിലും ഗലീലയുടെ കടൽ തീരങ്ങളിലും യൂദയായുടെ മലമ്പ്രദേശങ്ങളിലും ജെറുസലേമിൻ്റെ ആ വിശുദ്ധ വീഥികളിലും ആ അന്തരീക്ഷത്തിൽ ക്രിസ്തുവിൻ്റെ ശബ്ദം അലിഞ്ഞ് വിലയം പ്രാപിച്ചിട്ടുണ്ട്. അതിനൂതന സാങ്കേതിക വിദ്യ പുരോഗമിക്കുന്ന ഏതെങ്കിലും ഒരു കാലത്ത് അന്തരീക്ഷത്തിൽ അലിഞ്ഞു ചേർന്ന തരംഗങ്ങളെ വ്യക്തിഗത ശബ്ദങ്ങളായി വേർതിരിച്ചെടുക്കാവുന്ന ഏതെങ്കിലും ഒരു നൂതന സാങ്കേതിക വിദ്യ ശാസ്ത്രം വികസിപ്പിച്ചെടുത്താൽ 2000 വർഷം മുമ്പുള്ള ക്രിസ്തുവിൻ്റെ ശബ്ദം വേർതിരിച്ചെടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഈ പറഞ്ഞ ശബ്ദം, ഇപ്പോൾ 3 കൊല്ലമായിട്ട് ഞാൻ പറയുന്ന ഈ ശബ്ദം ഈ സ്കൂളിൻ്റെ അന്തരീക്ഷത്തിൽ കിടപ്പുണ്ട്. ശബ്ദത്തെ നിങ്ങൾക്ക് നശിപ്പിക്കാൻ പറ്റില്ല. നിങ്ങൾ പറഞ്ഞ ഓരോ വാക്കും വീട്ടിൽ കിടപ്പുണ്ട്. ഉണ്ടാക്കിയ വഴക്ക് വീട്ടിൽ കിടപ്പുണ്ട്. വിളിച്ച തെറി വീട്ടിൽ കിടപ്പുണ്ട്. ഉണ്ടാക്കിയ വെള്ളം വീട്ടിൽ കിടപ്പുണ്ട്. പ്രാർത്ഥിച്ച പ്രാർത്ഥനയും വീട്ടിൽ കിടപ്പുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ വേഗം അത്ഭുതം നടന്നു എന്ന് നമ്മൾ പറയും. ഉദാഹരണം, വേളാങ്കണ്ണി പോയി പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ കാര്യം നടന്നു. നിങ്ങൾ പറഞ്ഞത് നുണയല്ല, 100% സത്യമാണ്. വേളാങ്കണ്ണി പോയി പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെയും കാര്യം നടന്നിട്ടുണ്ട്, സത്യമാണ്. അപ്പോൾ ആലോചിച്ച് നോക്കണം, എന്താണ് വേളാങ്കണ്ണിയിലെ പ്രത്യേകത? മാതാവിൻ്റെ സാന്നിധ്യമുള്ളത് മാത്രമല്ല, മറിച്ച് അവിടെ ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ശബ്ദം അന്തരീക്ഷത്തിൽ കിടപ്പുണ്ട്. പെട്ടെന്ന് അവിടെ ദൈവത്തിൻ്റെ പ്രസൻസ് വരും. ഹല്ലേലൂയാ, പറഞ്ഞ ഹല്ലേലൂയാ. അപ്പോൾ ഒരു വീട്ടിൽ നിങ്ങൾ രാവിലെയും വൈകിട്ടും പ്രാർത്ഥിച്ചാൽ ആ വീട്ടിൽ പ്രാർത്ഥന കിടക്കും. രാവിലെ ഓൺ ചെയ്യുന്ന TV രാത്രിയിൽ ഓഫ് ചെയ്താൽ TV-യിലൂടെ വരുന്ന സകല കെട്ട വാക്കുകളും കെട്ട ശബ്ദങ്ങളും അവിടെ കിടക്കും. പറഞ്ഞ ഹല്ലേലൂയാ, പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാൻ ഈ മലിനമാകാതിരിക്കാൻ വേണ്ടി, വിശദാംശങ്ങളൊന്നും പറയാൻ നിവൃത്തിയില്ല, മലിനമാകാതിരിക്കാൻ വേണ്ടി ശരിക്കും, അതായത് ഒട്ടും പ്രാർത്ഥിക്കാൻ പറ്റാത്ത സമയത്ത് പോലും പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ ചില ചെറിയ ലൊക്കേഷൻസ് വളരെ പരിശുദ്ധമായിട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും കയറാത്ത പോലെ അങ്ങനെ ആക്കി ഇട്ടിട്ടുണ്ട്. പറഞ്ഞ ഹല്ലേലൂയാ. എന്തിനാണെന്നറിയാം? അവിടെ ചെന്ന് ചുമ്മാ ഇരുന്നാൽ മതി, നിങ്ങൾക്ക് കർത്താവിൻ്റെ സ്വരം കേൾക്കാൻ പറ്റും. ഹല്ലേലൂയാ. കാരണം അവിടെ പ്രാർത്ഥന മാത്രമേ നടന്നിട്ടുള്ളൂ, അവിടെ ദൈവവചനം മാത്രമേ നടന്നിട്ടുള്ളൂ. അവിടെ വേറൊന്നുമില്ല, ലോകത്തിൻ്റെ ഒരു സാധനവും ഇല്ല. പറഞ്ഞ ഹല്ലേലൂയാ. അപ്പം അങ്ങനെ കണ്ടാമിനേറ്റഡ് ആവാത്ത, പൊളൂട്ടഡ് ആവാത്ത ഒരു അന്തരീക്ഷം കുടുംബത്തിൽ ഉണ്ടാക്കിയെടുത്താൽ നിങ്ങളുടെ കുടുംബം പെട്ടെന്ന് കയറി വരും, ഒരു അഭിഷേകത്തിൽ കയറി വരും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, കുടുംബത്തിൽ പ്രാർത്ഥിക്കണം. ഉറക്ക ദൈവത്തെ വിളിച്ച് കുടുംബനാഥനും കുടുംബനാഥയും മക്കളും ഒരുമിച്ചിരുന്ന് ഉച്ചത്തിൽ പാടി പ്രാർത്ഥിച്ച് സഭയുടെ പ്രാർത്ഥന ചൊല്ലി സന്ധ്യാനമസ്കാരം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രയർ ആ അന്തരീക്ഷത്തിൽ കിടക്കും. അവിടെ ആ പ്രയർ കിടന്ന് നിങ്ങൾ, അപ്പോൾ ഈ ലോട്ടറി കച്ചവടക്കാരൻ പ്രാർത്ഥിക്കുകയാണ്, ഞാൻ ഇവിടുന്ന് പോയാലും എൻ്റെ പ്രാർത്ഥനയുടെ ശബ്ദം ഈ അന്തരീക്ഷത്തിൽ കിടന്ന് ഈ ജനത്തിന് വേണ്ടി നിലവിളിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ,
ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, നിങ്ങളിത് അറിഞ്ഞിരിക്കണം. കുടുംബ പ്രാർത്ഥന. അപ്പോൾ വായിക്കുക, പ്രഭാഷകൻ 32:11. തക്ക സമയത്ത് പോണം, അവസാനത്തവൻ ആകരുത്. വേഗം വീട്ടിൽ പോവുക, തങ്ങി നിൽക്കരുത്. അപ്പോൾ അതുകൊണ്ട് ചേട്ടന്മാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ലാസ്റ്റ് വീട്ടിൽ ചെന്ന് കയറാം എന്ന് വിചാരിക്കരുത്. നേരത്തെ വീട്ടിൽ പോകണം. വീട്ടിൽ ചെല്ലുന്ന എന്തിനാണ്? അവിടെ ചെന്ന് ഇഷ്ടാനുസരണം, അതായത് കേൾക്കണം നിങ്ങളിത്, ഈ കാലഘട്ടത്തിൽ ഈ മൂല്യങ്ങളൊക്കെ മാറുകയാണ്. സന്തോഷിക്കുന്നത് ആരുടെ കൂടെ സന്തോഷിക്കണം? വീട്ടുകാരുടെ കൂടെ സന്തോഷിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം. കൂട്ടുകാരുടെ കൂടെ അല്ല സന്തോഷിക്കേണ്ടത്. ആരുടെ കൂടെ സന്തോഷിക്കണം? വീട്ടുകാരുടെ കൂടെ സന്തോഷിക്കണം. കൂട്ടുകാർക്ക് വേണ്ടി വീട്ടുകാരെ ബലി കൊടുക്കരുത്. കൂട്ടുകാർക്ക് വേണ്ടി ഭാര്യയുടെ സന്തോഷത്തെ ബലി കൊടുക്കരുത്. കൂട്ടുകാർക്ക് വേണ്ടി ഭർത്താവിൻ്റെ സന്തോഷത്തെ ബലി കൊടുക്കരുത്. കൂട്ടുകാർക്ക് വേണ്ടി മക്കളുടെ സന്തോഷത്തെ ബലി കൊടുക്കരുത്. സന്തോഷിക്കുന്നെങ്കിൽ ആരുടെ കൂടെ സന്തോഷിക്കണം? നമുക്ക് ആകെ അവസാനം, നിങ്ങൾ ആലോചിച്ച് നോക്കണം, അവസാനം അനങ്ങാൻ പറ്റാതെ കിടക്കുന്ന സമയത്ത് കൂട്ടുകാരും ഉണ്ടാവില്ല, നാട്ടുകാരും ഉണ്ടാവില്ല, വേറെ പുറകെ നടന്ന ആരും ഉണ്ടാവില്ല, വീട്ടുകാർ മാത്രമേ ഉണ്ടാവൂ. ശരിയല്ലേ പറയുന്നേ? അവസാനം അനങ്ങാൻ പറ്റാതെ കട്ടിലിനോട് ഒട്ടി അറ്റം പറ്റി കിടക്കുന്ന സമയത്ത് ആരേ ഉണ്ടാവൂ? വീട്ടുകാരെ ഉണ്ടാവൂ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് കുടുംബജീവിതം നയിക്കുന്ന ആളുകൾ സന്തോഷിക്കുന്നെങ്കിൽ ആരുടെ കൂടെ സന്തോഷിക്കണം? വീട്ടുകാരുടെ കൂടെ സന്തോഷിക്കണം. ഭർത്താവ് ഇങ്ങനെ ചിന്തിക്കണം, എനിക്ക് നല്ല സന്തോഷമാണ്, ഈ സന്തോഷത്തിന് എൻ്റെ ഭാര്യയ്ക്ക് കൂടി അവകാശമുണ്ട്. ഭാര്യയുടെ സന്തോഷത്തെ ചവിട്ടി തകർത്തിട്ട് കൂട്ടുകാരുടെ കൂടെ പോയി സന്തോഷിക്കരുത്. ഭാര്യ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുക, ഭർത്താവ് അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുക, മക്കൾ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുക, ഇയാൾ സന്തോഷിക്കുക. അതുപോലെ ഭാര്യ, ഭർത്താവും മക്കളും വിഷമിച്ചിരിക്കുക, ഭാര്യ മാത്രം അങ്ങനെയല്ല. നിങ്ങൾ സന്തോഷിക്കുന്നെങ്കിൽ, അതാണ് വചനം പറയുന്നത്, സന്തോഷിക്കുന്നെങ്കിൽ ആരുടെ കൂടെ സന്തോഷിക്കണം? വീട്ടുകാരുടെ കൂടെ. വായിക്കുക, അവിടെ ചെന്ന് ഇഷ്ടാനുസരണം സന്തോഷിക്കുക, എന്നാൽ അഹങ്കാരപൂർവം സംസാരിച്ച്, എന്നാൽ വീട്ടിലെത്തിയതല്ലേ എന്ന് ഓർത്തിട്ട് അവിടെ വീരവാദം വിളമ്പാൻ നിൽക്കരുത്. വീട്ടിലിരുന്ന് ഭക്ഷണമേശയിൽ വികാരിയച്ഛനെ ഇട്ടിട്ട് കുഴിമന്തി കീറുന്ന പോലെ കീറരുത്. ആരെ? വികാരിയച്ഛനെ. സിസ്റ്ററിനെ ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ പോസ്റ്റ്മോർട്ടത്തിന് രോഗിയെ കടത്തിയിരിക്കുന്ന പോലെ സിസ്റ്ററിനെ എടുത്ത് ഡൈനിങ് ടേബിളിൻ്റെ മുകളിലോട്ട് ഇട്ടിട്ട് മുഴുവൻ കീറിയെടുക്കരുത്. അയൽവക്കക്കാരെ ഇഷ്ടമില്ലാത്തവരെല്ലാം ഡൈനിങ് ടേബിളിൻ്റെ മുകളിലേക്ക് പോസ്റ്റ്മോർട്ടം ടേബിളാക്കിയിട്ട് കീറരുത്. അഹങ്കാരത്തോടെ സംസാരിച്ച് പാപം ചെയ്യരുത്. അയ്യോ നാണം കെട്ടവന്മാരെ കണ്ടില്ലേ, അയ്യോ എങ്ങനെ ജീവിക്കുന്നു, എങ്ങനെ ഗുണം പിടിക്കും, ഇങ്ങനെ പറയരുത്. അഹങ്കാരത്തോടെ വീട്ടിലിരുന്ന് സംസാരിക്കരുത്. പറഞ്ഞ ഹല്ലേലൂയ. എപ്പോഴും ഓർത്തോണം, ഏത് മേഖലയിലാണോ നമ്മൾ അഹങ്കരിച്ചത് ആ മേഖലയിൽ നമുക്ക് തകർച്ചയുണ്ടാവും. എഴുതി വെച്ചോ, ഒരു സംശയമില്ല. അത് ഡാനിയേലച്ചനാണേലും നിങ്ങളാണേലും, ഏത് മേഖലയിലാണോ നമ്മൾ അഹങ്കരിക്കുന്നത് ആ മേഖലയിൽ നമുക്ക് തിരിച്ചടി ഉണ്ടാവും. മക്കളെ ഓർത്താണ് അഹങ്കരിക്കുന്നതെന്ന് വെച്ചോ, മക്കളെ കൊണ്ട് പ്രയാസപ്പെടേണ്ടി വരും. അഭിമാനം, വലിയ കുടുംബക്കാരാണെന്ന് പറഞ്ഞാണ് അഹങ്കരിക്കുന്നത്. അപമാനം ക്ഷണക്കത്ത് അടിച്ച് വിളിക്കാതെ വരും. പറഞ്ഞ ഹല്ലേലൂയ. എപ്പോഴും ഓർത്തോണം, അഹങ്കാരത്തോടെ സംസാരിച്ച് പാപം ചെയ്യരുത്. മറിച്ച് എന്ത് ചെയ്യണം? തൻ്റെ ദാനങ്ങൾ കൊണ്ട് നിന്നെ സംതൃപ്തനാക്കിയ നിന്റെ സ്രഷ്ടാവിനെ, ദൈവം തന്ന ഈ കാര്യങ്ങൾക്കെല്ലാം വേണ്ടി സ്തുതിക്കണം. നിന്നെ തൻ്റെ ദാനങ്ങൾ കൊണ്ട് സംതൃപ്തനാക്കിയ കർത്താവിനെ എന്ത് ചെയ്യണം? ഇക്കാര്യത്തിന് വേണ്ടി നീ സ്തുതിക്കണം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ പ്രിയമക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവത്തെ വിളിക്കണം. ഇപ്പൊ കൺവെൻഷന്റെ സമാപന രാത്രിയിൽ പരിശുദ്ധാത്മാവ് പറയാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണിത്. നമ്മൾ ദൈവത്തെ വിളിച്ച് പരിശീലിക്കണം. ഹൃദയം നൊന്ത് ദൈവത്തെ വിളിക്കുമ്പോൾ അവിടെ കർത്താവ് ഇറങ്ങി വന്ന് ദൈവം, നമ്മൾ കണ്ടിട്ടില്ലാത്ത വഴികൾ ദൈവം തുറന്നു തരും. അല്ലേ? മനുഷ്യർ ചോദിക്കുന്ന കേട്ടിട്ടില്ലേ, നൂലെ കെട്ടി ഇറക്കുമെന്ന്. ഒരു മനുഷ്യൻ പറയുന്നത് ഞാൻ കേട്ടു, നൂലെ കെട്ടി ഇറക്കുമെന്ന്. ഞാനും പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ് നൂലെ കെട്ടി? ഞാൻ കണ്ടിട്ടുണ്ട്, നൂലെ കെട്ടി ഇറങ്ങണം. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരാൾ പറയുന്നത് ഞാൻ കേട്ടു. അയാൾ പറയാണ്, നൂലെ കെട്ടി ഇറക്കുമെന്ന് ചോദിച്ചാൽ കർത്താവിന് നൂല് പോലും വേണ്ടാന്ന് പറയും. ഹല്ലേലൂയ. നൂല് പോലും വേണ്ടാന്ന്.
അത്ര എളുപ്പത്തിന് ദൈവത്തിന് നിന്നെ അനുഗ്രഹിക്കാൻ പറ്റും. ദൈവത്തെ വിളിച്ചോണം, ദൈവത്തെ മറക്കരുത്. വൈകുന്നേരങ്ങളിൽ പല കുടുംബങ്ങളിലും ഇപ്പോൾ പ്രാർത്ഥനയില്ല. നമ്മുടെ പല വീടുകളിലും പ്രാർത്ഥനയില്ല, കേട്ടുകേൾവി പോലും ഇല്ല. കാരണം എല്ലാവരും തിരക്കാണ്. ഒത്തിരി ലേറ്റായിട്ടാണ് എല്ലാവരും വരുന്നത്. എല്ലാവരും തിരക്കാണ്. എല്ലാവർക്കും അവരവരെന്തൊക്കെയോ ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്ന് വരുത്തി കിടന്നുറങ്ങുന്നു. അങ്ങനെ ചെയ്യരുത്. ഓരോ വീട്ടിലും എല്ലാ കുടുംബങ്ങളും പ്രാർത്ഥിക്കണം. വൈകുന്നേരം ആകുമ്പോൾ കുടുംബങ്ങളിൽ നിന്നെല്ലാം പ്രാർത്ഥന ഉയരണം. അങ്ങനെയുള്ള കുടുംബങ്ങൾ നശിച്ചു പോകത്തില്ല. കർത്താവ് ശക്തമായ കൃപ തന്ന് അനുഗ്രഹിക്കും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പം അതുകൊണ്ട് ഓർത്തിരിക്കണം, നിന്റെ നാവിൻ്റെ കെട്ടഴിഞ്ഞാൽ നിന്റെ വീടിൻ്റെ കെട്ടഴിയും. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? അതിശക്തമായ ഒരു അഭിഷേകത്തിൻ്റെ രാത്രിയായിട്ട് ഇത് മാറും. ഒരാമയും പറ. അതായത് കർത്താവിൻ്റെ ആത്മാവ് ഇന്ന് ഒത്തിരി പേരുടെ ദുഃഖങ്ങൾ തുടച്ചു മാറ്റും. പ്രകടമായ അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവ് പ്രവർത്തിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഹബക്കുക്ക് 1:5 ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ, പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത പ്രവൃത്തികൾ ഞാൻ നിങ്ങളുടെ നാളുകളിൽ ചെയ്യാൻ പോകുന്നു. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത പ്രവൃത്തികൾ. അപ്പോസ്തലപ്രവർത്തനം 16 പറയുന്നു, ആരോട് പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തി. ഹല്ലേലൂയാ, പറഞ്ഞ ഹല്ലേലൂയാ. അപ്പോ കർത്താവ് പറയാണ്, പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത പ്രവൃത്തികൾ ദൈവം നിന്റെ നാളുകളിൽ ചെയ്യാൻ പോകുന്നു. നമ്മൾ കർത്താവിനെ അല്പസമയം ഒന്ന് ആരാധിച്ച് മഹത്വപ്പെടുത്താൻ പോവുകയാണ്. ഈ അടുത്ത ശുശ്രൂഷ തുടരുന്നതിന് മുമ്പ് നമ്മളൊന്ന് ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ കൃപ ഇതാണ്: കർത്താവേ, നിന്നെ സ്തുതിക്കുമ്പോൾ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, കോട്ട കെട്ടപ്പെടും. നമ്മുടെ വീടിന് ചുറ്റും കോട്ട കെട്ടപ്പെടും. നമ്മുടെ മക്കളൊക്കെ ദൂരെയാണെങ്കിൽ അവരെ ഓർത്ത് കരങ്ങൾ ഉയർത്തി കർത്താവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ചോണം. അവർക്ക് ചുറ്റും കോട്ട കെട്ടപ്പെടും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒന്ന് കയ്യാത്തിട്ടെ, ഒന്ന് കണ്ണു തുറന്നെ നോക്കിയേ. ഓരോ ദിവസവും ഈ നാട്ടിൽ എന്തെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും ഞാൻ ന്യൂസ് കേൾക്കുന്നത് നിർത്തി, പത്രം വായിക്കുന്നത് നിർത്തി, ന്യൂസ് അറിയുന്നത് നിർത്തി. അവിടുന്ന് ഇവിടുന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ റാൻഡമായിട്ട് എപ്പോഴേലും യാത്ര ചെയ്യുമ്പോഴോ വല്ലോ ഒക്കെ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് യൂട്യൂബൊക്കെ തുറക്കുമ്പോൾ കണ്ണിപ്പെട്ടാൽ ഒന്ന് കുത്തി കേൾക്കും. അതിനപ്പുറത്ത് മറ്റേത് ഞാൻ ഉച്ചഭക്ഷണം കഴിക്കുന്ന സമയത്ത് ന്യൂസ് വെച്ചോണ്ടാണ് കഴിച്ചുകൊണ്ടിരുന്നത്. പരിപാടിയെ നിർത്തി. എന്താണെന്നറിയാമോ? ഇതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത്. നിങ്ങളുടെ മക്കളെ വിശ്വസിച്ച് സ്കൂളിൽ വിടാൻ പറ്റുമോ? നിങ്ങൾക്ക് ഇനി കോളേജ് വിടാൻ പറ്റുമോ? ഇല്ല. ഡെഡ് ബോഡി ആയിട്ടാണോ വരുന്നതെന്ന് അറിയാൻ പറ്റില്ല. അതുപോലത്തെ അവസ്ഥ ഈ നാട് എന്ന് പറഞ്ഞാൽ അതുപോലായി. ഹല്ലേലൂയാ, മനസ്സിലായോ? എല്ലാവരും കൂടെ ഈ നാട് നമുക്ക് ജീവിക്കാൻ കൊള്ളാത്തൊരു നാട്. നമുക്ക് ഇറങ്ങി നടക്കുന്ന സമയത്ത് എനിക്ക് തോന്നുകയാണ് ആഫ്രിക്കയിലൊക്കെ ഇതിനേക്കാൾ നന്നായിട്ട് ജീവിക്കാം. അതുപോലായി നാട്. ആർക്കും ആരുടെയും കാര്യത്തിൽ ഒരു സുരക്ഷിതത്വം ഇല്ല. ആര് സംരക്ഷിച്ചാലേ ഉള്ളൂ? ദൈവം. ഹല്ലേലൂയാ. ദൈവം കാത്തെങ്കിലേ ഉള്ളൂ. ഏത് സമയത്ത് എന്ത് സംഭവിക്കാം ആർക്കും. അതുപോലത്തെ ഒരു നാടായിട്ട് ഇത് മാറി. അപ്പോൾ ഇവിടെ ദൈവം കാത്തെങ്കിലേ ഉള്ളൂ. പോട്ടെ, നമ്മുടെ കാര്യം പോട്ടെ, നമ്മൾ പോയാലും കുഴപ്പമില്ല അല്ലേ? നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഒന്നും പറ്റരുത്, നമ്മുടെ തലമുറയ്ക്കൊന്നും സംഭവിക്കരുത്, സ്കൂളിൽ വിടുന്ന കുഞ്ഞുങ്ങൾക്കൊന്നും സംഭവിക്കരുത്. ഹല്ലേലൂയാ. നിങ്ങൾ കാണാത്തൊരു ലോകമുണ്ട് സ്കൂളിലൊക്കെ. ചെറിയ കുഞ്ഞുങ്ങൾ പോലും നിങ്ങൾക്ക് അത് അറിഞ്ഞൂടാ. അതിൻ്റെ ഗൗരവത്തിൽ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോന്ന്? 4ലും 5ലും 6ലും പഠിക്കുന്ന കുട്ടികൾ ഡ്രഗ് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം ഇതൊരു സ്കൂളല്ലേ? എനിക്ക് ഒരു ദർശനപരവും വേണ്ട, ഇതിനകത്ത് ഡ്രഗ് ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടാവും. 4ലും 5ലും 6ലും പഠിക്കുന്നവർ. ഹല്ലേലൂയാ. അത് നിങ്ങൾ എൻ്റെ അടുത്ത് വാ, 100 കണക്കിന് ജീവിതങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഒരു ഗതിയില്ലാത്ത ഒരു പല വഴി. ഞാൻ കുറച്ച് പിള്ളേർ എന്നെ അപ്പാന്ന് വിളിക്കുന്നവരുണ്ട്. ആ അപ്പ ചെറിയ കുട്ടികൾ മുതലുണ്ട്. അപ്പോൾ അതിലൊരു കുട്ടി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ബോധം കെട്ട് വീഴാൻ ഭാഗ്യം. കാരണം അത് ചെറിയ കുട്ടിയാണ്, ചെറിയൊരു കുട്ടി. ആ കുട്ടി ദൈവമേ എന്തെല്ലാം ലോകത്തിലൂടെയാണ് ഈ കുട്ടി പോയിരിക്കുന്നത്, ചിന്തിക്കാൻ പറ്റില്ല. ഞാൻ പറയുന്നത് മനുഷ്യർക്ക് മാനുഷിക ബലഹീനതകളുണ്ട്, എല്ലാവർക്കും ഉണ്ട്. എന്നാൽ ഇത് അതല്ല. ഇത് നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്തൊരു ലോകത്തിലേക്ക് ഇവരെല്ലാം പോയി കഴിഞ്ഞു. നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യമല്ല, നിങ്ങൾ ചിന്തിക്കുന്ന ഒരു ലെവലിലല്ല നമ്മളെ കുഞ്ഞുങ്ങൾ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മനസ്സിലായില്ലേ? അതായത് നമുക്ക് അത് ബന്ധുവാണെങ്കിലും
അത് വളരെ അടുപ്പമുള്ള ആളാണെങ്കിലും ഈ ഞാൻ പറയുകയാണ്, എന്താ കുളിമുറിയിൽ വെന്റിലേഷൻ എല്ലാം അടച്ചിട്ട് ഇപ്പോൾ കുളിക്കാൻ പറ്റൂ. കാരണം അപ്പുറത്തെ 12 വയസ്സുകാരൻ ക്യാമറയായിട്ട് നിൽക്കുകയാണ് വെന്റിലേഷനിൽ. വയസ്സെത്ര അവന്? 12. മനസ്സിലായോ? എല്ലാം വെന്റിലേഷനും അടച്ചോണം ബാത്റൂമിൻ്റെ, കേട്ടോ. ശ്വാസം മുട്ടി ചത്താലും വേണ്ടില്ല, മാനം പോകുന്നതിനൊക്കെ ഭേദമല്ലേ. അതുപോലായി. അപ്പോ വെറുതെ ഇങ്ങനെ നടന്നിട്ട് ഈ കൈക്ക് നല്ല മസിലുണ്ടെന്നും 6 പാക്ക് ആണെന്നും ഭയങ്കര ബുദ്ധിയാണ് എന്നും പറഞ്ഞിട്ട് ഭയങ്കര കാശാണെന്നും പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. ദൈവത്തെ വിളിച്ചോണം. അവസാന കാലം അടുത്തുകൊണ്ടിരിക്കുന്നു. ദൂതന്റെ കാഹളം ആകാശത്തിൽ മുഴങ്ങാൻ ദൈവം നിശ്ചയിച്ച ആ യുഗങ്ങളുടെ അന്തിമഘട്ടത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഭൂമി കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തും സംഭവിക്കാം ഇവിടെ, എന്തും. അപ്പം അതുകൊണ്ട് ദൈവത്തെ വിളിക്കുന്ന ഒരു തലമുറയ്ക്ക് മാത്രമേ അതിജീവിക്കാൻ പറ്റൂ ഇനി. അതുകൊണ്ട് നമുക്ക് കണ്ണടയ്ക്കാം, കരങ്ങൾ ഉയർത്താം, വിട്ടുകൊടുക്കുക.